Thank you very much, sir, for your remarkable felicitation. Thank you very much. For each and every event, for each and every occasion, we are always having a navigator. He is none other than our academician of Carmel School, Mr. Jacob George. Let me invite you, sir, for the concluding remarks. Sir, please. ഗുഡ് ഈവനിങ് ഓൾ. വേദിയിലിരിക്കുന്ന നമ്മുടെ ശിഷ്ടാതിഥി കൊട്ടാരക്കര SP കൊല്ലം റൂറൽ ആദരണീയനായ ഹരിശങ്കർ IPS, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയ രക്ഷിതാക്കളെ, പോലീസ് ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ആദ്യമേ തന്നെ രക്ഷിതാക്കളെ എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. 2 ദിവസമായി എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ ഇവിടെ വിവിധ പവലിയനുകളിലുണ്ട്. നിങ്ങൾ അല്പസമയം കൂടെ ഇരുന്ന് ഉടനെ തന്നെ ആരംഭിക്കുന്ന സമ്മാനദാനം പൂർത്തിയാക്കിയതിന് ശേഷമേ പോകാവൂ. എല്ലാവർക്കും നിങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാകാത്ത രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റാണ് ഇവിടെ കണ്ടത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മുഖ്യാതിഥി അമൃതാൽ സാറിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ആവേശം കൊടുക്കാൻ ഒരു IPS ഓഫീസർ, യുവ IPS ഓഫീസർ നമ്മുടെ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ എല്ലാ രക്ഷിതാക്കൾക്കും മാനിക്കേണ്ടുന്ന നമ്മുടെ കടമയാണ്. അമൃതാൽ സാറിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സത്യസന്ധത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായ ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ കേരളം തന്നെ ശ്രദ്ധിച്ച ഒരു യുവ IPS ഓഫീസറാണ്. 2016 ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു അവാർഡ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്നത് ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ അത് കൺഫേം ചെയ്തു. പിന്നെ സാറിൻ്റെ ചെവിയിൽ പോയി സാറിൻ്റെ അനുവാദത്തോടുകൂടി അത് കൺഫേം ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു അവാർഡ് കണ്ണൂർ SP ആയിരിക്കെ ഏറ്റവും സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്തിയ, അതായത് ഏത് പോലീസ് ഓഫീസറും ലഭിക്കാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു വലിയ വിശിഷ്ട അംഗീകാരമാണത്. അത് നേടിയ വിശിഷ്ട വ്യക്തിത്വമാണ് ഹരിശങ്കർ IPS. അദ്ദേഹത്തിന് ഒരു വലിയ കൈയടി എഴുന്നേറ്റ് നിന്ന് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് യാതൊരു കുഴപ്പമില്ല. ഇത്രയും വിഷനുള്ള ഒരു വ്യക്തി ആണ് എന്ന് മനസ്സിലായത് വെറുതെ അല്ല. അദ്ദേഹം ഓഫീസിൽ ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കാഷ്വലായി ഉയർന്നു വന്ന ഒരു ടോക്കിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റിയിൽ നമ്മുടെ സിവിൽ സർവീസ് അക്കാഡമികൾ വാർത്തെടുക്കുന്ന, അതിൻ്റെ മൂശയിൽ രൂപപ്പെട്ടു വരുന്ന വ്യക്തികൾ ഇതുപോലെയുള്ള വ്യക്തികളായിരിക്കുമെന്ന് അവിടെ ഉയർന്ന ഒരു വാക്കിൽ നിന്ന് ആർക്കും പിടികിട്ടുമായിരുന്നു. ജാഥകൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും റോഡിലൂടെ നടക്കാൻ കഴിയാത്ത നമുക്ക് ഓരോരുത്തർക്കും തുല്യമായി വീതിച്ചു നൽകിയ പബ്ലിക് സ്പേസ് എങ്ങനെ നമ്മുടെ അവകാശം ഉറപ്പിക്കാമെന്ന് കേട്ട മാത്രയിൽ ഒരു സജഷൻ അദ്ദേഹത്തിൽ നിന്ന് വന്നു. സാറിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ആ സജഷൻസിനെ. റോഡിൽ ജാഥ നടത്തണമെങ്കിൽ 100 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് ഫീസ് അടയ്ക്കണമെന്നൊരു നിയമം കൊണ്ടുവന്നാൽ മതി. അതവിടെ പ്രശ്നം സോൾവ്. കൃത്യമായി ചടുലമായ ആൻസറാണ് സാറിൻ്റെ മനസ്സിൽ നിന്ന് വന്നത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. കുതിക്കുന്ന, മുന്നോട്ട് പോകുന്ന, റോക്കറ്റിനേക വേഗത്ത് പോകുന്ന രാജ്യത്തിന് അതിൻ്റെ അപ്പുറത്ത് പോകാൻ കഴിവുള്ള ഇതുപോലുള്ള IPS ഓഫീസറെയാണ് നമുക്ക് ആവശ്യം. സിവിൽ സർവൻറ്റിനെയാണ് ആവശ്യം. നമ്മുടെ സർവൻ്റായി നമ്മുടെ മുന്നിൽ നമ്മളെ നയിക്കാൻ ഇങ്ങനെയുള്ളവർ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സാറിന് ഒരിക്കൽ കൂടെ കാർമൽ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നന്ദിയും അറിയിക്കുന്നു. ഞാൻ പേരൻസിലേക്ക് വീണ്ടും വരികയാണ്. 2 ദിവസമായി ഇവിടെ നടക്കുന്ന ഈ മേള 1000-ഓളം വരുന്ന കാർമൽ സ്കൂൾ കുട്ടികൾ 3000-ഓളം ഒബ്ജക്റ്റുകൾ അവതരിപ്പിച്ചു. നിങ്ങളെ ഞാൻ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അല്പസമയം കൂടെ ഇരുന്നതിന് ശേഷമേ എല്ലാവരും ഇവിടെ ഒന്ന് പോകാവൂ. നോട്ടീസ് ആദ്യം നൽകിയപ്പോൾ അതിലൊരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം കാർമൽ സ്കൂൾ കുട്ടികളെ കേരളത്തിൻ്റെ, ലോകത്തിൻ്റെ 1ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് അതിലൊരു വരി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചുവടുവെപ്പായി നിങ്ങൾ കണ്ടു, ഏറ്റെടുത്തു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കുറവുകളും കുറ്റങ്ങളും പരിമിതികളും എല്ലാം ഉള്ളത് നമ്മൾ അതങ്ങ് സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഈ കാർമൽ സയൻസ് ഫെസ്റ്റ് അല്ല, കാർമലിലെ വിദ്യാഭ്യാസമല്ല, നമുക്ക് ലോകത്തിൻ്റെ നെറുകയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. ഞാൻ കുറച്ച് മുമ്പ് പുറകിൽ ചെന്ന് മുന്നോട്ട് നീങ്ങിയിരിക്കണം, നമ്മുടെ അതിഥികൾ വരുന്നുണ്ട്, ഒന്ന് മാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് വന്ന പേരൻസ് അവിടെ ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാ വിജയത്തിലും എത്തും, അതിന് യാതൊരു സംശയവും വേണ്ട. ഗവൺമെൻറ്റിൻ്റെ പവലിയൻസ് ഉണ്ടായിരുന്നു, 15ഓളം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. വളരെ സഹകരണമായിരുന്നു. അതിലെ ചില പവലിയനിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ അവർക്ക് മെമൻറ്റോ നൽകുന്നത് വാങ്ങുന്നതിന് വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്.
അവരെയും ശ്രദ്ധയും കുറച്ച് സമയം കൂടെ സാറിൻ്റെ സൗകര്യാർത്ഥം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുകയാണ്. ഒന്ന് കാത്തിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ്, ഇവരെല്ലാം 2 ദിവസം അല്പം പോലും സമയം പാഴാക്കാതെ വളരെ അക്ഷീണം പരിശ്രമം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അവിടെ നിറവേറ്റിയവരാണ്. പേരൻസിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ദൗർഭാഗ്യവശാൽ PTA അധ്യക്ഷൻ ഡോക്ടർ ഹരിമുരളീധരൻ സാറിന് വേദിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്തത് അദ്ദേഹത്തിന് അല്പം സ്വെല്ലിംഗ് ആയി റെസ്റ്റ് എടുക്കുകയാണ് വീട്ടിൽ. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സ്വന്തം വീട്ടിലൊരു പ്രോഗ്രാം പോലെ ഇവിടെ സഹകരിച്ചതിനുള്ള നന്ദിയും പ്രശംസയും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ. അതുപോലെ എല്ലാ രക്ഷിതാക്കളെയും ഞാൻ ഒരിക്കൽ കൂടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് സമ്മാനദാനത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ മുഖ്യ അതിഥികളെ എല്ലാം ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. മൈ ഗോഡ് ബ്ലെസ് യു. Applause to the winners of Interschool Science Exhibition over here. Next we have U. Unnikrishnan and Jobson Thomas from St. Gregorius Central School. U. Unnikrishnan, I request the escorting teacher. Next we have Ashley Ellen and Adityan A, Lakeford School. Ashley Ellen and Aditya A from Lakeford School. Let me invite the students of Lakeford School, Ashley Ellen and Aditya A. Next we have Vivek Krishna and Rohit Krishna, again from Lakeford School. Please give a big round of applause to Lakeford School, Vivek Krishna and Rohit Krishna. Sarah B. Panikar and Alina S. from St. Jude Central School. Sarah B. Panikar and Alina S. from St. Jude Central School. I request the escorting teacher and students to come over near to the stage area for receiving the trophy and certificate of Science Exhibition 2019. Sarah B. Panikar and Alina S., St. Jude Central School. Next we have Sri Lashmi MS for Kollam District Sahodaya Science Exhibition from St. Mary's Suresh and Sanjay Krishna S. Central Central School. Alshad Naushad and Nikhil from AG Public School. Alshad Naushad Kadakil. Next we have Parmeshwar R. Nair, Cherupushpam Central School. Parmeshwar R. Nair, Cherupushpam Central School. Asing Georgie and Ashley Begum, Cherupushpam Central School again. Amal B. Krishnan and Sai Krishnan, Siddhartha Central School. Amal B. Krishnan and Sai Krishnan, Siddhartha Central School. Residential Senior Secondary School. For the prizes for Kollam District Sahodaya Interschool Science Exhibition for the research project. Third position shared by 2, Gino Baby and Sneha Rachel Johnny from Oxford Central School, Karvalur, and Samuel Victor and Karthik M. Raj, St. Mary's English Medium School, Ulyakovil. Second position, Sri Lashmi Senior Secondary School. Now the most awaited moment, the first position for the research project. Shruti R and Malavika V.S. from St. Jude Central School, Mokatala. St. Jude Central School, Mokatala, Shruti R and Malavika V.S. Next for the model static working for the interschool Cup and Anushwara Giri from Oxford Central School, Karvalur. Second position is also shared by 2 schools. S.J. Anand S. Central School, Kollam,
Mahendran A. and Amal Biju Siddhartha School, Parliament. Now the first position for the model static working for the inter-school science exhibition. Mohammad Belal and Abid Abdul Manaf from Lord's Public School. Mohammad Belal and Abid Abdul Manaf from Lord's Public School. Now overall champions. Third position, Lord's Public School, Karnagapalli. I would like to invite the escorting teacher along with the participants, please, on stage. Overall champions of the Inter-School Science Exhibition 2019. Let me invite the participants and the escorting teacher onto the stage. Lord's Public School, Karnagapalli. Second position, overall champions, second position, St. Jude Central School, Mukhatala. St. Jude Central School, Mukhatala. I would like to... Overall champions, St. Jude Central School, Mukhatala. Overall champions got Lord's Public School, Karnagapalli, St. Jude Central School, Mukhatala, and Oxford Central School, Karvalur. Let me invite again the escorting teacher and the students of Lord's Public School, Karnagapalli, St. Jude Central School, Mukhatala, to come back again to them on the stage, please. I request the students. My dear audience, please give a big round of applause to the overall champions, please. St. Jude Central School, Lord's Public School, please give a big round of applause to the overall champions. St. Jude Central School, Mukhatala, I request the escorting teacher. I request the participants and escorting teacher of Lord's Public School, Karnagapalli, to be on stage, please. Students of Lord Public School and escorting teacher of Lord's Public School from Mukhatala. I request the participants and escorting teacher of Lord's Public School, Karnagapalli, to be on stage, please. First runner-up, shared by 3 schools, Siddhartha Central School, Parliament, Ascent Trust Central School, Kollam, Carmel Residential School, Arikara. I'd like to invite the second runner-up, shared by 2 schools. Let me invite AG Public School, Kadakkal, and St. Mary's English Medium School, Uliyakovil. My dear audience, please give a big round of applause to the winners, please.
As a token of love, we are presenting a memento to our special guest of the day by our school manager, Mr. Chandrakumar, to our special guest of the day. Let us thank all to our special guest for coming here, for joining us for the inter-school science exhibition. Please give a big round of applause to the winners of quiz competition, Sneha Titus and Arsha Anil. Second position for the quiz competition from Lakeford School, Kavanad. Rishikesh MK and Akshay V from Lakeford Public School, Kavanad. Certificates, trophy and cash prize. First position, Vinayak. Please give a big round of applause to the winners of quiz competition. Next we have the winners from SN Trust Central School, Kollam. First position, Kavya Shankar, Lakeford Public School, Kavanad. Next, the winners for Extempore Malayalam. Third position, Akshara J. Pillai from Oxford Central School, Karvadur. Second position, Nandana Lakshmi S., Carmel Residential Senior Secondary School, Kotarikara. First position, S.J. Shah from SN Trust Central School, Kollam. ഹലോ, ഇതിനു വേണ്ടി ആദരം നൽകുന്നതിന് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ബിനുവിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ സമയത്ത് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മാഡം, ബിനു ഡോക്ടറുടെ കുടുംബാംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Thank you, Doctor, and we are proud of you. Thank you. Next, I would like to invite now the winners of Still Model. Third position, Abhinav S. Second position, Nandana S. Pillai. First position, Adish. For the simple experiment, we have third position, we have Mohammad B. Second position, Manuel Sunny. First position, Arush VK. I request the winners to come with their parents onto the stage, please. For the consolation prizes from Standard 1. First, a simple experiment, first position, Arush VK. Consolation prizes from Standard 1, Samuel Sanju Philip. Nathan Lal Binu Samuel. Adam Johns, Alan Robbie, Alvin Roy, Abhinav B, Aiden Aju, Karthikam Nair, Devnath H. Nair, Amal Govakumar, Amal Jay Kumar, Vaishnavi S. Kumar,
Angel A. Manoj, Hannah Rachel Midhun, Aiden Aju, Karthikam Nair, Devnath H. Nair, Amal Gopakumar, Amal Jay Kumar, Vaishnavi S. Kumar, Angel A. Manoj, Hannah Rachel Midhun, Nivedya B, Karthik R, Kartika R, Samuel Sanju Philip, Nathan Lal Binu Samuel, Adam Johns, Alan Robbie, Ebin Roy, Abhinav B, Aiden Aju, Karthikam Nair, Devnath H. Nair, Amal Gopakumar, Amal Jay Kumar, Hannah Rachel Midhun, Nivedya B, Ritika R. Now from class 2 for the collection, Godwin T. John. ഒരു ശ്രദ്ധിക്കുക, ഒരു സെക്കൻഡ്. ഒരു നല്ലൊരു കയ്യടി കൊടുക്കുക. ജനമൈത്രി പോലീസിലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രതിനിധികൾ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, ഓക്കെ, താങ്ക് യു. എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. Winners for the project from class 2, third position, Sadhika Sujit, second, Binita R, first. Consolation prizes from standard 2, Anne Mary Shaji, Aaron D. Titus, Vibanjika S, Christina Shaju Daniel, Royce Raju Rinson, Niranjana Unni, Abhiya Babu, Anugraha Chandrakumar. I request the winners to come on to the stage for the consolation prizes from standard 2. Consolation prizes from standard 2, Aaron D. Titus, Vibanjika S, Christina Saju Daniel, Aishwarya Lakshmi UL, Adish AD, Angeline Binny John, Royce Raju Rinson, Niranjana Unni, Abhiya Babu, Anugraha Chandrakumar. Simple experiment, third position, Abhinav S. Kumar, MH, Ahmad Sulfikar Noor, Anlia Baiju, Vinayak J, Arpita Pradeep, Nived T. Sunil, and Gobu Krishna B. From class 4, for working model, third position, Avinendra Ajay. Third position, Avinendra Ajay. Second position, shared by 2 students, Salvio Ruben and Kessia Prince. Joel M. Saju. First position, Joel M. Saju from class 4. From class 4, Justy S. Philip from class 4. For simple experiment, second position, we have Devadarsh VS. For the simple experiment, Devadarsh VS. We are very grateful for having Principal of AG Public School, Mrs. Mary Kuti. Ma'am, please do the standard 4. Ruba Susan Koshi, Sharon B. Santosh, Ikshita Rajiv, Ashur B. Binu, Alan S. John, Ashish Reni, Daniel Bruno, Devananda M. and Kamala Veni. Prizes, Ruba Susan Koshi, Sharon B. Santosh, Jerusha S. Nihas, Aishwarya Prakash, Feba S. Suni, Amrita Sunil, Alaknanda R. Krishna, Abhinav R. Nair, Diya Dilip, Renita Roy, Dikshita Rajiv, Asher B. Binu, Alan S. John, Ashish Reni, Daniel Bruno,
Devananda M and Kamlaveni G. Class 5 for the working model. Third position, Fabin Jose. Third position, Fabin Jose. Shared by two students, Abhinav Prakash and Fabin Jose. Kalpana Sri. Second position, one more student is there from class 5, Janagi P. Pillai. All participants will be having certificates and we will be distributing during morning assembly. Next we have for the project, first position. For art and craft, third position shared by two students, Sophie Prakash and Anugraha O. Saji. Sophie Prakash. Kessia Sarah Johnson, first position. Jennifer Dilsi John for still model from class 5. Consolation prizes from standard 5. Bright Titus. Lila B. Krishnanand SR. Ashisha O. Saji and Parvati S. Consolation prizes from standard 5, Nila B, Sharina Saji, Rijo Saji, Benson G. Bilson, Anne Mary Johnson, Bibia Vinu, Aaron Anub Yoganan, Krishnanand SR, Ashisha O. Saji and Parvati S. From class 6. Class 6 for experiment, third position, Kaushik V. Kalesh. Kaushik V. Kalesh. Second position, Anushka R.K. Anushka R.K. First position, Kirtana. First position, Kirtana. For collection, winners, third position shared by three students, Ardra Suresh, Joel Saji Matai and Justin Saji Matai. Third position shared by three students for collection, Ardra Suresh, Joel Saji Matai and Justin Saji Matai. First position, Aaron Anish. First position, Aaron Anish from class 6. Next we have for the working model from class 6, third position shared by two students, Ansa Mariam. Ansa Mariam and Gauridat M. Ansa Mariam and Gauridat M. Second position, Dona Jacob. First position, Nandu P. Pillai. First position, Nandu P. Pillai. Second position, Dona Jacob. For art and craft, third position, Vignesh A. Nair. Second, Vignesh A. First, Dhanasri SL from class 6. From class 6, for art and craft, third position, Vignesh A. Nair. Second position, Vignesh A. First, Dhanasri SL. For still model, third position shared by two students, Kaushik. Soon after the prize distribution, we will be having our lucky dip. So please don't. First position, second, Alvin. Krishnananda A. Second position, Alvin. Third, Kaushik V. Kalesh and Aryasri S. Krishnananda A. for still model from class 6. Consolation prizes from class 6. Angel Prince, Jesslyn George, Jesslyn S. George, Angel Prince, Jesslyn George, Jesslyn S. George, Nia Natasha, Arjun Santosh, Vismaya Vinod, Daivik B.S. and Darren K. Saji. From class 7.
Third position shared by two students from class 7, Anita K. John and Suvarna S.R. Class 7 for still model shared by two students, Suvarna S.R. and Anita K. John. Second position, Godsi M. And first position for the still model from class 7, Durga Ram S. Class 7, first position, Durga Ram S for still model. Second position, Godsi M. Third shared by two, Suvarna S.R. and Anita K. John. For art and craft, third position shared by two students, Riya Reggie and Nandana R. Sunil. Riya Reggie and Nandana R. Sunil. Second position, Nandana Goban. Second position, Nandana Goban. First position, Amrita Gobakumar. Amrita Gobakumar, first position from class 7. For working model, third position shared by two students, Meetu Mohan and Neeraja Unni. Meetu Mohan and Neeraja Unni. Second position, Aromal R. First position, Christina Saji. For working model, first position, Christina Saji. Second, Aromal R. Third shared by two, Meetu Mohan and Neeraja Unni. For experiment, second position, Jesna Baby. Jesna Baby from class 7. First position, Riya Reggie. For collection, third position shared by two students, Betty B and Riya Reggie. Second position, Durga Ram S. First position, Binu Chandana. For collection from class 7. Third position, Betty B and Riya Reggie. Second position, Durga Ram S. First position, Binu Chandana. Consolation prizes from standard 7. Sophia Sunny, Abel Aji, Anna Mariam Koshi, Prini V. Prajeen, Rudra Unnikrishnan, Rinsi George, Angel Benjamin, Nandana R. Sunil. Consolation prizes from standard 7. Sophia Sunny, Abel Aji, Anna Mariam Koshi, Prini V. Prajeen, Rudra Unnikrishnan, Rinsi George, Angel Benjamin, Nandana R. Sunil. Abhija Lee Santosh, Standard 2, got first prize for still model. I request Abhija Lee Santosh on stage from Standard 2 for still model. Abhija Lee Santosh, first position for still model. I request Mr. Jijo George sir for giving the prizes to the winners. Sir, please. Thank you ma'am very much for having the grace, for having the honors. Thank you very much. Mr. Jijo George sir, Vice President of Kollam Sahodaya. Sorry. Next we have class 8 winners of still model. Third position, Sarah. One more second is there, Krishnaveni G. First position, Mahalashmi V. Still model, Mahalashmi V, Krishnaveni G, Meera SR and Sarah Alex. For craft, second position, Nidin Kunjamon.
First position, Aksa Mariam Biju. Aksa Mariam Biju. For collection, first position, Grace J. Daniel. Grace J. Daniel. For project, first position, Govind Kishore. Govind Kishore from class 8. For simple experiment, third position, Binisha H. Second position, Aksa Mariam Biju from class 8 for simple experiment. First position, Elvin Sajeev Isaac. First position, Elvin Sajeev Isaac. For working model, third position shared by position class 8 working model, Arvind Raj Vidvalluri. Working model from class 8, Arvind Raj Vidvalluri, first position. Consolation prizes from standard 8, Buddha Priya, Sri Lashmi Vijayan, Angels, standard 8, Buddha Priya, Sri Lashmi Vijayan, Shruti MS, Sneha Saji. For simple experiment, first position, Devadatt VS. First position, Devadatt VS. For simple experiment, class 9. Class 9 for project, first position, shared by two students, Arundhati P and Neha Sakir. First position, Arundhati P and Neha Sakir. For collection from class 9, we have three students, Adira Anil and Madhavi AS, Ashwadi M, Adityan A. Consolation prizes from class 9, Alina Sanjeev, Rukmani, Ebin Jose and Adityan A. Standard 10 for the research project. First position shared by three students, Arsha Anil, Nandana Lakshmi and Belvia Biju. For research project, first Arsha Anil, Nandana Lakshmi and Belvia Biju. For working model, third position shared by two students, Lakshmi Ramesh and Arunima Chandran. Second position, Aaron Philip and first position, Sri Lashmi S. Class 10 for working model, Sri Lashmi S first position, second Aaron Philip, third position Lakshmi Ramesh and Arunima Chandran. For still model from class 10, third position shared by 5 students, Jisa Saji, Jinu B, Anija Rajan, Vishnu Priya S and A.S. Gauri Parvati. Jisa Saji, Jinu B, Anija Rajan, Vishnu Priya S and A.S. We have a Mahadevan from class 3, first position. Mahadevan, class 3, first position. Class 10, consolation prizes from standard 10. Tina Thomas, Joel George, Danish Wilson, Avinash A.L. From class +1, still model. Second position, Nandana S. First position shared by 3 students, Abhishek, Alif Mohammed, Agash Anil Lal.
Class +1 for still model, first position, shared by 3 students, Abhishek, Alif Mohammed, Akash, Anil, Lal. For simple experiment, first position, Alif Mohammed. For working model, first position, Sneha Titus. Jinsi consolation prizes. Thank you, sir. Give a big round of applause. From class 3, Ishal Mari, a big round of applause to her, Chandani K. From class 8, Arvind Raj Vidavalori. Arvind Raj Vidavalori. From class 9, Aditya Prasad. Aditya Prasad. Aditya Prasad from class 9. From class 10, Sri Lakshmi S. From class 11, Alif Muhammad. Alif Muhammad. Parent of Febin Jose. Class 6, parent of Deron. From class 6, parent of Deron K. Saji. Parent of Neeraja Unni. From class 8, Deva Prayag's parent. Parent of Deva Prayag. Parent of Prayson. Parent of Prayson. ആരെയാണ് കാത്തിരിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മുടെ കുട്ടി കാർമൽ സ്റ്റുഡൻറ് ആ ലക്കി കൂപ്പൺ എടുക്കാൻ പോകുകയാണ്. നോക്കിക്കോളൂ, അത് നിവർത്തി നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കും, വിജയിയെ പ്രഖ്യാപിക്കും. അത് ആരാണ് എനിക്ക് തന്നെയാണോ കിട്ടിയത്? ഞാൻ 12 കൂപ്പൺ എടുത്തിട്ടുണ്ടേ, ഞാനല്ല. ആ നമ്പർ പറഞ്ഞേ, ആ ഫോൺ നമ്പർ പറഞ്ഞേ. ഫോൺ നമ്പർ എഴുതിയിട്ടില്ല. ക്ലാസ് 4A പഠിക്കുന്ന അഭിനവ് എസ് എന്ന കുട്ടിക്ക് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അഭിനവ് എസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ കുട്ടി ഇപ്പോൾ തന്നെ പോയി 10 കോടി രൂപയുടെ ഒരു ലോട്ടറി എടുക്കാൻ നിർദ്ദേശിക്കുകയാണ്. ഇപ്പോൾ തന്നെ എടുത്തിരിക്കണം. അഭിനവ് എസ്, ക്ലാസ് 4A അഭിനവ് എസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം ഭാഗ്യം ആ കുട്ടിയുടെ കൂടെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഉണ്ട്. കളയരുത്. രക്ഷിതാക്കളിത് കേൾക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ ഞങ്ങൾ ഉടനെ തന്നെ ഇത് അറിയിക്കുന്നതാണ്. ഇത് കേൾക്കുന്ന കാർമൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആരെങ്കിലും ആ കുട്ടിയുടെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ വേദിയിലേക്ക് കൊണ്ടുവരിക. ആ കുട്ടിയുടെ വീട്ടിൽ അറിയിക്കുന്നതാണ്. ഇവിടെ 1ാം സമ്മാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഒന്നുമല്ല വിഷയം. 1000-ൽ കൂടുതൽ കൂപ്പണുകൾ ഇട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു യാതൊരു പരിചയമില്ലാത്തൊരു കുട്ടിയെ കൊണ്ട് നറുക്കെടുത്തപ്പോൾ ഈ കുട്ടിയുടെ പേര് വന്നാൽ കിട്ടിയ അപൂർവമായ ഒരു ചാൻസ് ആണ്. അടുത്ത ഫോണുകൾ, 3 മൊബൈൽ ഫോണുകൾ കാത്തിരിക്കുന്നത് ആരാണെന്ന് നമ്മുടെ പിഞ്ച് ബാലൻ ആ കാർട്ടണിനകത്ത് പരതി ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. അത് ആരാണെന്ന് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഫോൺ നമ്പർ ഉണ്ടോ? അതെ,
എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലെ ഈ സ്കൂളിലെ കുട്ടിയാണോ എന്ന് അറിയില്ല. 97 47 45 70 44 എന്ന ഫോൺ നമ്പർ എഴുതിയിരിക്കുന്ന മാധവി കുട്ടി എന്ന വ്യക്തിയാണ്. എന്തോ മാധവി കുട്ടി, ചിലപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി അല്ലെന്ന് തോന്നുന്നു, പേരന്റ് ആവാം. എന്തായാലും ഒരു ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് ആ ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഈ പറഞ്ഞപ്പോൾ തന്നെ കോള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വരുന്ന മറുപടി. ഇപ്പോൾ കോളുകളൊന്നും സ്വീകരിക്കുന്നില്ല. എന്തായാലും ഇതവിടെ സൂക്ഷിച്ചു വെക്കൂ. രണ്ടാമത്തെ സമ്മാനം ഒരാൾക്ക് കൂടി ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോൺ. അത് ആർക്ക് കിട്ടും എന്ന് നോക്കാം. അത് രണ്ടാമത്തെ മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്ന കൂപ്പൺ എടുത്തു കഴിഞ്ഞു. ആ ഫോണിന്റെ ഉടമ ആരാണ് എന്ന് നോക്കാം. അതും സന്തോഷ് കുമാർ എന്ന വ്യക്തിയാണ്. ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷ് കുമാർ ഓടി ഈ സ്റ്റേജിലേക്ക് വരിക. സന്തോഷ് കുമാർ ഈ സ്കൂളിലെ കുട്ടിയാണോ പേരന്റ് ആണോ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും 8129385333 എന്ന ഫോൺ നമ്പറിലേക്ക് കോള് പോയിരിക്കുന്നു. അത് ഇവിടെ ഒരു കയ്യടി ഉയർന്നപ്പോൾ സന്തോഷ് കുമാറിന്റെ കൂപ്പണിന്റെ ഉടമ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല. സന്തോഷ് കുമാർ ഈ വരുന്ന കുട്ടിയുടെ കൂപ്പണിന്റെ ഉടമയാണോ സന്തോഷ് കുമാർ? ആണോ? അതെ. ശ്രീലക്ഷ്മി എന്ന കാർമലിലെ കുട്ടി തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന സമയത്ത് തന്നെയാണ്. ഇപ്പോൾ തന്നെ പോയി ഒരു ലോട്ടറി എടുത്തിട്ട് വീട്ടിൽ പോകാവൂ. ഏറ്റവും കൂടിയ ലോട്ടറി അന്വേഷിച്ച് അത് തന്നെ എടുത്തോളൂ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ അടുത്ത ഒരു ഫോണുണ്ട്. അതെ, രണ്ടാം സമ്മാനം അതിന് വേണ്ടുന്ന കൂപ്പൺ കൗണ്ടർ ഫോയിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ഭാഗ്യം അന്വേഷിക്കുന്ന കുട്ടിക്ക് ആ കൗണ്ടർ ഫോയിൽ കിട്ടിക്കഴിഞ്ഞു. ആ കൗണ്ടർ ഫോയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീകുമാർ എന്ന വ്യക്തിയുടെ പേരാണ്. ശ്രീകുമാർ ഈ സ്കൂളിലെ കുട്ടിയാണോ പേരന്റ് ആണോ? ഇവിടെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രീകുമാർ പെട്ടെന്ന് ഓടി സ്റ്റേജിലേക്ക് വരിക. എന്തായാലും ശ്രീകുമാറിന്റെ ഫോൺ നമ്പർ ഇവിടെയുണ്ട്. 9847535852. ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകുമാർ ഈ സ്കൂളിലെ കുട്ടിയാണോ എന്നറിയില്ല. ശ്രീകുമാറിന്റെ ഫോണാണ് റിംഗ് ചെയ്യുന്നത്. ഹലോ, ഇത് മിസ്റ്റർ ശ്രീകുമാർ ആണോ? ഇത് കൊട്ടാരക്കര കടലാവിള കാർമൽ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾ ഇവിടെ ഒരു സയൻസ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഒരു ലക്കി ഡ്രോ കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ രണ്ടാം സമ്മാനമായ മൊബൈൽ ഫോൺ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കാനാണ് ഇപ്പോൾ വിളിക്കുന്നത്. എവിടെയാണ് വീട്? ടൗണിൽ തന്നെയാണ്. ഓക്കെ, താങ്കൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പൊതു യോഗത്തിന്റെ വേദിയിൽ നിന്നാണ് വിളിക്കുന്നത്. 1000-ൽ പരം ആളുകൾ ഇത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. താങ്കളെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
നാളെയോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അസംബ്ലിയിൽ വെച്ച് ഇത് വാങ്ങത്തക്ക രീതിയിലുള്ള സൗകര്യം ചെയ്തതിന് ശേഷം താങ്കളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അറിയിക്കുന്നതാണ്. അഭിനന്ദനങ്ങൾ. താങ്കൾക്ക് ഈ ലക്കി ഡ്രോയിലെ 2ാം സമ്മാനമായ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി സ്മാർട്ട് ബാൻഡുകൾ ലഭിക്കുന്നത് ആരാണെന്നും മിക്സി ലഭിക്കുന്നത് ആരാണെന്നും ഇവിടെ നോക്കിയതിന് ശേഷം നമുക്ക് സമ്മാനങ്ങൾ വിതരണത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇത് എഴുതി വെച്ചല്ലോ. മൂന്നാം സമ്മാനമായ മിക്സി ലഭിച്ചിരിക്കുന്നത് വാസുദേവ് വി. വാസുദേവ് കാർമൽ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ, പേരൻ്റ് ആണോ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പരിചയമുള്ള വ്യക്തിയാണോ വാസുദേവ് വി? എന്തായാലും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ 8137829979. ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോന്ന് സംശയമുണ്ട്. ഒരു കയ്യടി വന്നത് ഇവിടെ ഉണ്ടോ? വാസുദേവ് ആഹാ, അയ്യോ, ഒരു വലിയ ഒരു കയ്യടി കൊടുക്കണം. നമ്മുടെ സ്കൂളിൻ്റെ സിവിൽ വർക്കുകളും ഇവിടുത്തെ ഒരുപാട് മാനുവൽ വർക്കുകൾ ചെയ്യാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാസുദേവ് ചേട്ടനാണ്. നോക്കൂ, നമ്മുടെ സയൻസ് എക്സിബിഷനോട് സ്കൂളിനോട് എത്രമാത്രം താല്പര്യവും പിന്തുണയുമാണ്. നമ്മുടെ ഒരു ഔട്ട്സൈഡർ എന്നുള്ള നിലയിൽ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയല്ല, നമ്മുടെ സ്റ്റാഫ് അല്ല, എന്നിട്ട് പോലും ഇതിനോട് സഹകരിച്ചിരിക്കുന്നത് ആണോ വാസുദേവ്? ഓക്കെ, ആ കൗണ്ടർ ഫോയിൽ നമ്പരുമായി ഇത് ചെക്ക് ചെയ്ത് പ്രൈസ് കൺഫേം ചെയ്യാനായി ഞാൻ ഇതിൻ്റെ ഇൻചാർജുള്ള വ്യക്തികളുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ്. കൗണ്ടർ ഫോയിലെ നമ്പരും കൂപ്പണിലെ ഇവിടെ ഇരിക്കുന്ന കൂപ്പണിലെ നമ്പരും തമ്മിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. 805 ആണ് ഈ നറുക്ക് കിട്ടിയ നമ്പർ. ഒരു കൗണ്ടർ ഫോയിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇത് രണ്ടും കൂടെ വെരിഫൈ ചെയ്ത് ഉറപ്പാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അതേ നമ്പർ വീണ്ടും കൊണ്ടുവരും. നമുക്ക് അടുത്ത ഓക്കെ, എന്തായാലും ഭാഗ്യത്തിൻ്റെ അടുത്ത് വാസുദേവൻ ചേട്ടൻ നമ്മുടെ വേദിയിലേക്ക് അത് പ്രൈസ് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടായാലും എന്തായാലും പേര് വിളിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു വലിയ കയ്യടി കൊടുക്കുക. ഈ നറുക്കെടുപ്പിന് അർഹതയായത് വാസുദേവൻ ചേട്ടനല്ല. വാസുദേവൻ ചേട്ടന് ഭാഗ്യം ഉടനെ തന്നെ തുണയ്ക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാർമൽ സ്കൂളിലെ 3C വിനായക് എന്ന വിദ്യാർത്ഥിയാണ് മിക്സി ലഭിച്ചിരിക്കുന്നത്. അതായത് ആ കുട്ടിയുടെ കസിനാണ് വാസുദേവ്. കൗണ്ടർ ഫോയിലും അതുപോലെ കുട്ടിയുടെ കയ്യിലിരുന്ന കൂപ്പണും തമ്മിൽ ഒത്തു നോക്കിയപ്പോൾ അതാണ് സമ്മാനാർഹമായ കൂപ്പണെന്ന് മനസ്സിലായി. അഭിനന്ദനങ്ങൾ. അടുത്തത് ഇനി നമുക്ക് ഉള്ളത്. ഓക്കെ മോനെ ഇപ്പോൾ തന്നെ സമ്മാനം ലഭിക്കും. മോനവിടെ നിന്ന് വെയിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ തന്നെ അടുത്തത് സ്മാർട്ട് ബാൻഡുകൾ ലഭിക്കുന്ന വ്യക്തികളെ അന്വേഷിച്ച് കൗണ്ടർ ഫോയിലിൻ്റെ കാർട്ടൺ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരുപാട് കൂപ്പണുകൾ താഴെ പോയി. ഭാഗ്യമാണ് മുത്തുമണികൾ പോലെ പൊഴിഞ്ഞു വീഴുന്നത്. ഓരോന്നും പറക്കി അതിൽ വെച്ചതിന് ശേഷം എടുക്കുക. സ്മാർട്ട് ബാൻഡ് ലഭിക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ ഇവിടെ വേദിയിലേക്ക് ഓടി വരുന്ന കാഴ്ച കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. ആ വ്യക്തിയെ നമ്മൾ ഓരോരുത്തരും അനുമോദിക്കണം. ആ വ്യക്തിയുടെ കൂപ്പൺ എന്തായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ കൂപ്പണിന് നമുക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകിക്കൊണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കാനുള്ള നിമിഷം ഇതാ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. AL അനാമിക എന്ന പേരാണ്. AL അനാമിക നമ്മുടെ സ്കൂളിലെ കുട്ടിയാണോ? എന്തായാലും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടെ AL അനാമിക ഇവിടെ ഇരിപ്പില്ലല്ലോ. അതും അതിൻ്റെ കൂടെയാണോ ആ നമ്പരും? എന്തായാലും ആണോ? ഉറപ്പാണോ? AL അനാമിക കൗണ്ടർ ഫോയിൽ 801
801 ഭയങ്കര സന്തോഷം. ആ കുടുംബത്തിലേക്ക് ഭാഗ്യം അങ്ങ് വന്നു കയറുകയാണ് ജാഥയായിട്ട്. തീർച്ചയായിട്ടും സ്മാർട്ട് ബാൻഡുകൾ ടെക്സിയുടെ കൂടെ സ്മാർട്ട് ബാൻഡ് കിട്ടിക്കഴിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു മോൻ ഒരുപാട് കൂപ്പൺ അതിന്റെ ബുക്ക്ലെറ്റ് തന്നെ ഒരുപാട് വാങ്ങിക്കൊണ്ട് പോയി എന്ന് തോന്നുന്നു. അടുത്ത സ്മാർട്ട് ബാൻഡുകൾ എത്ര എണ്ണമാണ് നമ്മുടെ സമ്മാനം? ഇനി 2 എണ്ണം കൂടെയുണ്ട്. അതെ, അടുത്ത രണ്ടാമത്തെ സ്മാർട്ട് ബാൻഡിന്റെ അർഹത ഉള്ള വ്യക്തി അന്വേഷിക്കുകയാണ്. ആ വ്യക്തിയുടെ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞു. സ്മാർട്ട് ബാൻഡ് ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇത് ലഭിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സ്മാർട്ട് ബാൻഡ് ലഭിച്ചിരിക്കുന്നത് സുനന്ദ ബി. അത് മോൻ്റെ വീട്ടിലെ ആരെങ്കിലും ആണോ മോനെ? സുനന്ദ ബി. ഇത് കൂപ്പൺ നമ്പർ 4563 ആണ്. നേരത്തെ ഇത് 4 ഡിജിറ്റ് ആണ്, നേരത്തെ 3 ഡിജിറ്റ് ആണ്. ഇത് നമ്മുടെ കൊട്ടാരക്കര വിട്ടുപോയെന്നാണ് തോന്നുന്നത്. ഈ സ്മാർട്ട് ബാൻഡിൻ്റെ ഉടമ സുനന്ദ ബി വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക, കൈ അടിക്കുക. ഇല്ലാത്ത പക്ഷം ഈ നമ്പർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. 8086389770. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്മാർട്ട് ബാൻഡ് ലഭിച്ച സുനന്ദ ബിയുടെ ഫോൺ നമ്പർ. For unlimited free songs, dial 6700. Kalavam karam bhagavani manasam karam. Kalavam karam bhagavani manasam karam. ഹലോ, ഇത് സുനന്ദ ബി എന്ന മാഡമാണോ? ഓക്കെ. കൊട്ടാരക്കര കടലാവിള കാർമൽ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. കൊട്ടാരക്കര കാർമൽ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഈ സ്കൂളിലെ സയൻസ് എക്സിബിഷനോടനുബന്ധിച്ച് ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു 50 രൂപ വിലയുള്ള കൂപ്പൺ, അതിന്റെ നമ്പർ 4563 നമ്പറിൽ സുനന്ദ ബിക്ക് സ്മാർട്ട് ബാൻഡ് എന്ന സമ്മാനം ലഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കാൻ വിളിച്ചതാണ്. സ്മാർട്ട് ബാൻഡ് സമ്മാനം ലഭിച്ചിട്ടുണ്ട് മാഡത്തിന്. എല്ലാവിധ അഭിനന്ദനങ്ങളും. തുടർന്ന് സ്കൂളിൽ നിന്ന് വിളിച്ച് ഈ സമ്മാനം ഇവിടെ ഏറ്റുവാങ്ങാനുള്ള ക്രമീകരണം ചെയ്തതിന് ശേഷം അറിയിക്കുമ്പോൾ എത്തിച്ചേരണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വേദിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മൂന്നാമത്തെ സ്മാർട്ട് ബാൻഡിന്റെ ഉടമയെ അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ നമ്മുടെ ബാലൻ. ആ കൂപ്പൺ ഏറ്റവും അടിയിൽ കിടക്കുന്ന കൂപ്പണാണ് മൂന്നാമത്തെ സ്മാർട്ട് ബാൻഡിന്റെ ഉടമയുടെ കൂപ്പൺ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞു. ആ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞു. സ്മാർട്ട് ബാൻഡ് മൂന്നാമത്തെ സ്മാർട്ട് ബാൻഡ് കൊണ്ടുപോകുന്നത് അജിത് പി ഇവിടെ ഉണ്ടോ? മൂന്നാമത്തെ സ്മാർട്ട് ബാൻഡിന്റെ ഉടമ അജിത് പി ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9407544736. അജിത് പിയെ അന്വേഷിക്കുകയാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ ഈ ഹലോ, ഇത് മിസ്റ്റർ അജിത് പി ആണോ? അതെ, കാർമൽ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത്, കൊട്ടാരക്കര. ഇവിടെ സയൻസ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നല്ലോ. അതില് ഒരു കൂപ്പൺ താങ്കൾ വാങ്ങിയിരുന്നു. അതിന്റെ പ്രോത്സാഹന സമ്മാനമായി നൽകിയ സ്മാർട്ട് ബാൻഡിന് താങ്കൾക്ക് അർഹതയുണ്ട് എന്ന് അറിയിക്കാൻ വിളിച്ചതാണ്. നറുക്കെടുപ്പിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ,
താങ്കളെ തുടർന്ന് സ്കൂളിൽ നിന്ന് വിളിക്കും. ഇവിടുത്തെ ഒരു അസംബ്ലിയിലും മറ്റും ഇത് നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്തതിന് ശേഷം വിളിക്കുമ്പോൾ ഇവിടെ വന്ന് ഇത് വാങ്ങണമെന്ന് കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇവിടെ ഈ സമ്മാനം ലഭിച്ച ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ, നമ്മുടെ കൗൺസിലർ തോമസ് പി മാത്യു സാർ, ബോർഡ് മെമ്പർ അനിൽകുമാർ സാർ, നമ്മുടെ അജികുമാർ സാർ, ജയശ്രീ മാഡം, അവരെല്ലാവരും ചേർന്നിപ്പോൾ നൽകുകയാണ്. ഇനോഗ്രേറ്റ് ചെയ്ത സയന്റിസ്റ്റ് നിഷാങ്ക് ശ്രീവാസ്തവ് സാർ, അവിടെ മുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ്, കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയയുടെ എല്ലാ ഭാരവാഹികൾ, വിവിധ സ്കൂളുകളിൽ നിന്ന് വന്ന പ്രിൻസിപ്പൽസ്, മാനേജേഴ്സ്, ഇവരെ എല്ലാവരെയും വേദിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്നേ ദിവസം നമ്മുടെ ഈ ഫംഗ്ഷൻ ഇത്രയും മനോഹരമാക്കാൻ വേണ്ടി നമ്മോടൊപ്പമായ മിസ്റ്റർ എസ് ഹരിശങ്കർ IPS എന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷണൽ വേർഡ്സ് എല്ലാം നന്ദിയോടുകൂടി സ്മരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉത്സാഹം തരുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തെ ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ സമയക്കുറവുണ്ടായിരുന്നിട്ട് കൂടിയും നമ്മുടെ ഈ സയൻസ് എക്സിബിഷന്റെ ക്ലോസിംഗ് സെറിമണിക്കായിട്ട് എത്തിച്ചേർന്ന കൊല്ലം ഡിസ്ട്രിക്ട് സഹോദയ പ്രസിഡന്റ് ഡോക്ടർ D പൊന്നച്ചൻ, മിസ്റ്റർ K അമൃത്ലാൽ, പ്രസിഡന്റ് CBSE മാനേജ്മെന്റ് അസോസിയേഷൻ കൊല്ലം ഡിസ്ട്രിക്ട്, മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് വന്ന എല്ലാ പ്രിൻസിപ്പൽസ്, അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ സമയം വരെ നമ്മോടൊപ്പം അക്ഷമനായി തന്നെ കാത്തിരിക്കുന്ന നമ്മുടെ കൗൺസിലർ, പ്രിയങ്കരനായ കൗൺസിലർ തോമസ് പി മാത്യു, അദ്ദേഹത്തെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കുവാനുള്ളത് തീർച്ചയായിട്ടും രക്ഷിതാക്കളായ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നിങ്ങളുടെ ക്ഷമയും ഇത്രയും ദിവസങ്ങളായുള്ള നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും അവസാന നിമിഷങ്ങളാണിത്. അത് ചിലപ്പോൾ കുറച്ചൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തും, ചിലപ്പോൾ കുറച്ചൊക്കെ പ്രതീക്ഷയ്ക്ക് കുറവും സംഭവിച്ചായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മക്കൾ വിലമതിക്കും. അതുതന്നെയാണ് അതിൻ്റെ അവാർഡ് എന്ന് അനുസ്മരിക്കട്ടെ. നമ്മുടെ PTA പ്രസിഡന്റ്, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. അദ്ദേഹത്തിന് സാറ് പറഞ്ഞ പോലെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് വരാൻ സാധിച്ചില്ല. എല്ലാ ആശംസകളും അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, നല്ല ശക്തമായ ഒരു സഹകരിക്കുന്ന PTA-യുടെ ഒരു തലപ്പത്തിരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. നമ്മോടൊപ്പം എന്നും സഹകരിക്കുന്ന PTA പ്രസിഡന്റിനും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും, തീർച്ചയായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മോടൊപ്പമായിരുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ 2 ദിവസമല്ല, ഇതിനു മുമ്പ് പല മീറ്റിങ്ങുകൾ കൂടി
എല്ലാത്തിലും വളരെ ശക്തമായിട്ട് തന്നെ വളരെ ഇൻട്രസ്റ്റോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത എല്ലാ PTO എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. അവരിപ്പോഴും പലരും ഇരിപ്പുണ്ട്, പലരും പോയി പല കാരണങ്ങളാൽ. അവരെ തീർച്ചയായിട്ടും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടെ പലവിധ പവലിയൻസ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു. ഗവൺമെൻറ് അതുപോലെ നോൺ ഗവൺമെൻറ് പവലിയൻസ് ഉണ്ടായിരുന്നു. അത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം, ജനമൈത്രി പോലീസ്, ബുക്ക് എക്സിബിഷൻ നാഷണൽ ബുക്സ്, ഫോട്ടോ എക്സിബിഷൻ മനോജ് സാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്, കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ചൈൽഡ് ലൈൻ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, UKF എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് സ്റ്റുഡൻസ് ഫുഡ് കോർട്ട് ആൻഡ് പേരൻസ് എക്സിക്യൂട്ടീവ് ഫുഡ് കോർട്ട്, അവയർനെസ് പ്രോഗ്രാം. തീർച്ചയായിട്ടും മിസ്റ്റർ വാവ സുരേഷ് ഇവിടെ വന്ന് ഒരു അവയർനെസ് ക്ലാസ് കൊടുക്കുകയുണ്ടായി. കുട്ടികളെല്ലാവരും ഈ സ്റ്റേജ് നിറഞ്ഞിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഓരോരുത്തർ ഓടി ഓടി പല ഭാഗത്ത് ജോലി ചെയ്തിരുന്നവർ പോലും ഇവിടെ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആസ്വദിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഈ വേദിയിൽ വളരെ നന്ദിയോടെ സ്നേഹത്തോടെ, കാരണം കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു അത് പറഞ്ഞ ഉടനെ തന്നെ വളരെ തിരക്കുണ്ടായിട്ടും അദ്ദേഹം സമ്മതിച്ച് നമ്മോടൊപ്പം കൂടി. അദ്ദേഹത്തിനെയും വേദിയിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. എൻ്റർടൈൻമെൻറ്റ് കോർണേഴ്സ്, അതായത് 12D സിനിമ, പ്ലാനറ്റോറിയം, ഹോഴ്സ് റൈഡ്, ഷൂട്ടിംഗ് പോയിന്റ് എന്നിങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും നന്ദിയോടെ സ്മരിക്കുന്നു. റോം ഒരു ദിവസം കൊണ്ടല്ല സൃഷ്ടിക്കപ്പെട്ടത്, പല ദിവസം കൊണ്ട്, പല ദിനരാത്രങ്ങൾ കൊണ്ട്. ഇവിടെ ഈ ഫംഗ്ഷൻ ഇത്ര മനോഹരമാക്കുവാൻ, ഇതുപോലെ ഒരു ഓഡിറ്റോറിയം നമുക്ക് പണിതു തരുവാൻ, സയൻസ് എക്സിബിഷൻ, ഇന്റർ സ്കൂൾ സയൻസ് എക്സിബിഷൻ ഇവിടെ നടത്തി തരുവാൻ നമുക്ക് ഏറ്റവും പ്രചോദനവും നമുക്ക് സഹായവുമായത് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു കയ്യൊടിയോടുകൂടി നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനെ അഭിനന്ദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന 7 ബോർഡ് അംഗങ്ങളും അവർ ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ സയൻസ് എക്സിബിഷൻ ഇവിടെ നടന്നതും ഏകദേശം ഒറ്റ മാസം കൊണ്ട് ഈ ഓഡിറ്റോറിയം, ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് ഇവിടെ ഭംഗിയായ രീതിയിൽ രൂപപ്പെടുകയും ചെയ്തത്. അതിന് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നന്ദിയുള്ളവരാണ്. സർ, ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ സ്റ്റുഡൻസിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, കൊട്ടാരക്കര ഈ ഗ്രാമത്തിന് വേണ്ടി, ഈ പട്ടണത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, തീർച്ചയായിട്ടും അവരുടെ കഠിനാധ്വാനം, 1 മാസത്തിലേറെയായി അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്ന അവരുടെ കഠിനാധ്വാനത്തെ ഇപ്പോൾ വീട്ടിൽ പോകാൻ പോലും സാധിച്ചിട്ടില്ല. അവരിതുവരെ നിൽക്കുന്നു. ഇനിയും 1.5 മണിക്കൂർ കഴിഞ്ഞേ പോകാൻ സാധിക്കുകയുള്ളൂ. അവരെയും തീർച്ചയായിട്ടും ടീച്ചർ ഗൈഡ് അത് സമ്മാനം കൊടുത്തിട്ടില്ല, അതെല്ലാം ബാക്കിയാണ്. ഇന്ന് ഇത്രയും സമയത്തിരക്കുണ്ടായിരുന്നുകൊണ്ട്. പിന്നെ എൻ്റെ കുട്ടികൾ, സ്നേഹമുള്ള എൻ്റെ കുഞ്ഞുമക്കൾ, തീർച്ചയായിട്ടും അവരുടെ സ്നേഹം, നമ്മൾ പറഞ്ഞതനുസരിച്ച് തന്നെ അവർ പ്രവർത്തിച്ചു. അവരുടെ മാതാപിതാക്കളെ കൊണ്ട് അവർ വന്നു. ഈ സമയം വരെ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പേരൻസിനെയും, ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയും, ഓരോ ബോർഡ് മെമ്പേഴ്സിനെയും, സൗണ്ട് ആൻഡ് ടെക്നോളജി, മീഡിയ പീപ്പിൾ, അവരെ എല്ലാവരെയും ഈ വേദിയിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. ഈ കൂപ്പൺ ഇങ്ങനെ വിജയകരമായിട്ട് നമുക്ക് വേണ്ടി